4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് മരണം എന്താണെന്ന് മനസ്സിലാക്കാനാണ് അറിയില്ലായിരുന്നു. അവൻ്റെ ചോദ്യം കേട്ട് അവൻ്റെ അമ്മ ഒന്നിൽ വിഷമിച്ചു. എങ്കിലും സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മോൻ, എല്ലാ ദിവസവും വൈകുന്നേരം നീ നിന്റെ അപ്പനെ കാത്ത് വീടിൻ്റെ മുറ്റത്ത് കാത്തു നിൽക്കും. ഇടയ്ക്ക് ആ കാത്തിരിപ്പിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നീ ഉറങ്ങിപ്പോകും. ചിലപ്പോൾ നിന്റെ കളിയിലിടയ്ക്കായിരിക്കും, ചിലപ്പോൾ അമ്മയുടെ കഥകൾ കേട്ടിട്ടായിരിക്കും. എങ്കിലും രാവിലെ നീ ഉറക്കം വരുമ്പോൾ നീ നിന്റെ അപ്പൻ്റെ മാണത്തായിരിക്കും. മരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ഈശോയോട് നീ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എന്നാൽ ഒരു ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നീ ഈശോയുടെ മുന്നിലായിരിക്കും. പ്രിയമുള്ളവരെ, ഉദ്ധാനം എന്ന് പറയുന്നത് ഇതിനോട് നമുക്ക് ഉപമിക്കാവുന്നതാണ്. പാപം അകന്നുപോയ മക്കളെ ഈശോ തന്റെ കുരിശുമരണ പീഡാസഹനങ്ങളിലൂടെ ഉദ്ധാനത്തിലൂടെ പിതാവായ ദൈവത്തിന്റെ മടിത്തട്ടിലേക്ക് ഉയർത്തുന്നതാണ് ഉദ്ധാനം. ഈശോ കുരിശിലുകൊണ്ട് പിതാവായ ദൈവത്തോട് അവസാനമായിട്ട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനമേൽക്കുമ്പോൾ, മരണം വരെ ഏറ്റ് അവരുടെ മുമ്പിൽ ഒരു പരാജിതനായിട്ട് കണക്കാക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ പ്രതീക്ഷയിലായിരുന്നു ഈ മരണത്തിനുമപ്പുറം തന്നെ കാത്തുപാലിക്കാൻ, തന്നെ ഉയർത്താനായിട്ട് തന്റെ പിതാവിന് കഴിയുന്നത്. ആ ഒരു ഉറപ്പോടുകൂടി ഈശോ പ്രാർത്ഥിച്ചു: പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ ആ പ്രതീക്ഷ പൂർത്തിയാക്കേണ്ട സമയമാണ് ഉദ്ധാനം എന്ന് പറയുന്നത്.